ഇടയ്ക്ക, ചേങ്ങില സോപാന സംഗീതത്തിൻ്റെ വാദ്യോപകരണങ്ങളാണ്. എൻ്റെ കൂടെയുള്ളത് രാജീവേട്ടനും മകൾ അർപ്പിതയും. വയനാട് ജില്ലയിലെ പൂതാടിയാണ് താമസം. ഈ കലയെക്കുറിച്ച് രാജീവേട്ടനും മകൾ അർപ്പിതയ്ക്കും പറയാനുള്ളത് നമുക്ക് കേൾക്കാം. ഞാൻ ഒരു 2-3 വർഷമായി ഇങ്ങനെ അമ്പലത്തില് അച്ഛൻ്റെ കൂടെ ഇങ്ങനെ പരിപാടിക്ക് അമ്പലവാസികളാണ്. ജന്മം മുതൽ അമ്പലമായിട്ട് കണ്ടു നടക്കുന്നത് പൂതാടി അമ്പലം. വയനാട്ടിലെ ഏറ്റവും അറിയപ്പെടുന്ന ക്ഷേത്രങ്ങളിലൊന്നായ പൂതാടി ക്ഷേത്രത്തിൽ ജനിച്ചു വളർന്ന് അവിടെ ജീവനക്കാരെ നടത്തുന്ന ഒരു വ്യക്തി. തലമുറയെ 100 വർഷം പഴക്കമുണ്ട് നമുക്ക് പൂതാടി അമ്പലമായിട്ട് ബന്ധം. അമ്മയുടെ അമ്മാവനായിട്ട് നടത്തിയ അമ്പലമാണ് വയനാട്ടിലെ ഏറ്റവും വലിയ ക്ഷേത്രം. അതിലും വലിയ ക്ഷേത്രം എല്ലാ അംഗങ്ങളുള്ള ക്ഷേത്രമാണ് വയനാട്ടിലെ. അതുപോലെ ക്ഷേത്രം തിരുനെല്ലി അടക്കമില്ല. എല്ലാ അംഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ക്ഷേത്രത്തിന് എല്ലാം ക്ഷേത്രം എന്നാണ് പറയുന്നത്. പക്ഷേ ക്ഷേത്രത്തിൽ നമ്മളെ മനുഷ്യൻ്റെ ഓരോ അംഗങ്ങളും വേണം, എന്നാൽ ക്ഷേത്രമാണത്. ശ്രീകോവിൽ, നമസ്കാര മണ്ഡപം, നടുമുറ്റം, നാലമ്പലം, വെല്ലുവിളിപ്പുറ, കൊടിമരം, മതിൽക്കെട്ട്, ആൽമരം, കുളം ഇതുണ്ടായാൽ മാത്രമേ ക്ഷേത്രത്തിൽ അംഗങ്ങളാവുന്നുള്ളൂ. അതെല്ലാം പൂതാടി അമ്പലത്തിൽ. അത് ശിവനും വിഷ്ണു തുല്യ പ്രാതികൾ ഒരേത് 2 കൊടിമരത്തോട് ഒരു 4 അമ്പലത്തിനുള്ളൂ. അത് അടുത്ത യാത്ര പൂതാടി അമ്പലത്തിലേക്ക് അല്ല, നമ്മൾ സ്ഥിരം ഈ ഫീൽഡിൽ ഇറങ്ങിയ വ്യക്തിയാണ്. അപ്പോൾ സംസ്ഥാനത്തെ പേര് പല മേഖലകളും ഒക്കെ വാങ്ങി വന്നിട്ടുണ്ട്. നാടൻപാട്ട് നന്നായി പാടും, ഗാനമേളയ്ക്ക് പോക്കുണ്ട്, മീനങ്ങാടി പഠിക്കാൻ പോകുന്നുണ്ട് സംഗീതം, പല്ലവിയിൽ.